എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബോർഡർ ഗവാസ്കർ ക്രിക്കറ്റ് പരമ്പരയിലെ നാളത്തെ ബോക്സിംഗ് ഡേ ടെസ്റ്റിനിറങ്ങുമ്പോൾ ഇന്ത്യയും ഓസ്ട്രേലിയയും പ്രതിസന്ധിയിലാണ്. പരമ്പരയിലെ 3 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ഇരു ടീമുകളും ഓരോ മത്സരങ്ങളിൽ ജയിച്ചു. 1 സമനിലയായി. 2 ടെസ്റ്റുകൾ മാത്രം ബാക്കി നിൽക്കെ മെൽബണിൽ ജയിക്കുന്ന ടീമിന് പരമ്പര സ്വന്തമാക്കാൻ വഴി തെളിയും. അതാണ് ടീമുകളുടെയും കളിക്കാരുടെയും സമ്മർദ്ദം കൂട്ടുന്നത്. നാളെ മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ പുലർച്ചെ 5 മണി മുതലാണ് മത്സരം. മത്സരത്തിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ മാറ്റങ്ങൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബൌളിംഗിൽ സ്പിന്നറെ കളിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന സൂചന രോഹിത് നേരത്തെ നൽകിയിരുന്നു. അങ്ങനെയെങ്കിൽ ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദർ ടീമിലെത്തും. രവീന്ദ്ര ജഡേജയും ടീമിലുണ്ടാകും. ഇനി നമുക്ക് ഇന്ത്യ ഓസ്ട്രേലിയ മത്സരത്തിലെ ഇന്ത്യയുടെ പ്ലേയിംഗ് 11 ഒന്ന് വിശദമായി പരിശോധിക്കാം. മത്സരത്തിൽ KL രാഹുലും യശസ്വി ജയ്സ്വാളും ചേർന്ന് ഓപ്പൺ ചെയ്യും. 3-ാം സ്ഥാനത്ത് വിരാട് കോഹ്ലി എത്തുമ്പോൾ 4-ാമനായി ശുഭ്മൻ ഗിൽ ഇറങ്ങും. 5-ാം സ്ഥാനത്ത് ഋഷഭ് പന്തും ഇറങ്ങും. 6-ാം നമ്പറിലാകും രോഹിത് ശർമ്മ എത്തുക. ഇനി ബൌളിംഗിൽ സ്പിൻ വിഭാഗത്തിൽ രവീന്ദ്ര ജഡേജ, വാഷിംഗ്ടൺ സുന്ദർ എന്നിവർ എത്തുമ്പോൾ പേസ് നിരയിൽ നിതീഷ് കുമാർ റെഡ്ഡി പുത്താകും. പേസർമാരായ ജസ്പ്രീത് ബുംറ, ആകാശ് ദീപ്, മുഹമ്മദ് സിറാജ് എന്നിവർ സ്ഥാനം നിലനിർത്തും. മെൽബണിൽ അവസാനം കളിച്ച 3 കളികളിലും ഇന്ത്യ തോറ്റിട്ടില്ല. 2 ജയവും 1 സമനിലയുമാണുള്ളത്. ഈ റെക്കോർഡാണ് ഇന്ത്യൻ ടീമിന് പ്രതീക്ഷ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ 4-ാം മത്സരത്തിൽ ശക്തമായി തന്നെ തിരിച്ചുവരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.